ഹലോ, നമസ്കാരം. അപ്പോൾ ഞാനന്ന് ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഏകദേശം ഒരു 8:30 ആയി. അപ്പോൾ ഞാൻ അങ്ങനെ വരുമ്പോൾ ഹൈവേ ക്രോസ് ചെയ്ത് ഞാൻ പോക്കറ്റ് റോഡിലേക്ക് കയറി. പോക്കറ്റ് റോഡിലേക്ക് കയറുമ്പോൾ നല്ല മഴയാണ്. മഴ എന്ന് പറഞ്ഞാൽ മുമ്പ് വരുന്ന വണ്ടികളെ കാണാൻ പറ്റില്ല. ലൈറ്റ് ഇല്ലെങ്കിൽ വണ്ടി കാണില്ല. അതാണ് അവസ്ഥ. അത്രയും മഴയാണ്. അപ്പം ഇങ്ങനെ വരുമ്പോൾ ഞാനിങ്ങനെ പയ്യെ ഓടിച്ചു വരുന്നു. അപ്പം പെട്ടെന്നൊരു കാറ് എന്നെ ക്രോസ് ചെയ്തു പോയി. ഒരു ബ്ലാക്ക് കാറ്. ഏത് വണ്ടിയാണെന്ന് എനിക്ക് ശരിക്കും കാണാൻ പറ്റിയില്ല. അപ്പോൾ അപ്പം ഈ റോഡിലൊക്കെ നിറച്ച് വെള്ളം കെട്ടിക്കിടന്നിട്ട് ഇങ്ങനെ ഒഴുകി പോകാതെ കിടക്കുന്ന വെള്ളമുണ്ട്. അപ്പം ഈ വെള്ളം എന്റെ മേത്തേക്ക് ഇങ്ങനെ തെറിച്ചു. ഞാൻ റെയിൻകോട്ട് ഇട്ടിട്ടുണ്ട്, പക്ഷെ എന്റെ ഫ്രണ്ടിൽ ആൾക്കാർ നടന്നു വരുന്നുണ്ട്. അപ്പൊ ഈ നടന്നു വരുന്ന ആൾക്കാരുടെ മേത്തേക്കും ഈ വെള്ളം തെറിച്ചു. അപ്പൊ ഈ നടന്നു വരുന്ന ആൾക്കാരെന്ന് പറഞ്ഞാല് എനിക്ക് തോന്നുന്നത് അവിടെ ഒരു ഫ്ലാറ്റിലുള്ളതിൽ ഹൗസ് കീപ്പിംഗ് കഴിഞ്ഞ് വരുന്ന ഒരു ചേച്ചിയാണ്. ഞാൻ പലപ്പോഴും കാണാറുണ്ട് റൂട്ടിൽ വരുമ്പോൾ. അപ്പൊ ഈ ചേച്ചി കയ്യിൽ മറ്റേ ടിഫിൻ കാരിയറിന്റെ ബാഗും പിന്നെ അല്ലാത്ത സഞ്ചിയും ഒക്കെ തോളത്തൊക്കെ ഇട്ട് അങ്ങനെ സാരിയൊക്കെ ഇങ്ങനെ കൂട്ടി പിടിച്ച് ഈ കുടയും പിടിച്ച് ഇങ്ങനെ മഴയത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ മഴ തന്നെ നനഞ്ഞിട്ടാണ് പോകുന്നത്. അതിന്റെ കൂടെ ഇയാൾ ഈ വെള്ളം തെറിപ്പിച്ചിട്ട് പോയി. അതിന്റെ പുറകെ വരുന്ന ആൾക്കാരും ഈ വെള്ളം നനഞ്ഞു. പക്ഷെ എന്റെ കണ്ണിൽ ഈ കാഴ്ച പെട്ടെന്ന് വിട്ടു. അപ്പം കണ്ടു. ഞാനും എന്താടോ അങ്ങനെ എന്തോ വിളിച്ചിട്ട് ഞാനങ്ങ് പോയി. അത് കഴിഞ്ഞൊരു 200 മീറ്റർ ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഇയാൾ ഒരു വീട്ടിലേക്ക് കയറി കാർപോഷിൽ ഇറങ്ങി വീട്ടിലേക്ക് കയറി പോകുന്നു കണ്ടു. അപ്പൊ ഐ വാസ് ജസ്റ്റ് തിങ്കിങ്, ഇത്രയും സ്പീഡിൽ ഓടിച്ച് കയറി പോകാൻ മാത്രം എന്ത് അത്യാവശ്യമായിരുന്നു അയാൾക്ക് ഉണ്ടാവുക? അയാള് വീട്ടിൽ പോയി നനയാതെ കാർപോഷിൽ ഇറങ്ങി വീട്ടിലേക്ക് കയറിപ്പോയി. പക്ഷെ ഈ നനഞ്ഞ എന്റെ കാര്യം പോട്ടെ, ആ ചേച്ചിയുടെ സാഹചര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. 8:30-9 മണി ആകാൻ പോകുന്നു. ആ സമയത്ത് ഹൗസ് കീപ്പിംഗ് ജോലിയും കഴിഞ്ഞ് വീട്ടിലേക്ക് നടന്നു പോകണം. അപ്പൊ എന്റെ അറിവിൽ പുള്ളിക്കാരത്തിക്ക് ഹൈവേയിലേക്ക് ഒരു 1/2 കിലോമീറ്റർ നടന്നിട്ട് 1/2 കിലോമീറ്റർ റോഡ് ക്രോസ് ചെയ്ത് പിന്നെ 1 കിലോമീറ്ററും കൂടെ ഉള്ളിലേക്ക് പോയാലാണ് എങ്ങനെയായാലും പുള്ളിക്കാരി വീട്ടിലെത്തുള്ളൂ. 1.5-2 കിലോമീറ്റർ മിനിമം ഇനിയും നടന്നിട്ട് വേണം പുള്ളിക്കാരത്തേക്ക് വീട്ടിലെത്താൻ. അപ്പോ ഈ സാഹചര്യത്തിൽ പോകുന്ന ഒരു പുള്ളിക്കാരി വീട്ടിലെത്തി ഭക്ഷണം ഉണ്ടാക്കി കുളിച്ച് കഴിച്ച് കിടക്കുന്ന രാവിലെ ഇതേപോലെ 5 മണി 6 മണി ആകുമ്പോൾ എണീറ്റ് ജോലിക്ക് വീണ്ടും ഇറങ്ങണം. അപ്പോൾ ഈ സാഹചര്യത്തിലുള്ള പുള്ളിക്കാരത്തി ഈ മഴ നനഞ്ഞ് പോകുമ്പോൾ ഒരാവശ്യവും ഇല്ലാതെ ഒരു 5 മിനിറ്റ് വൈകിയത് കൊണ്ട് പുള്ളിയുടെ ജീവിതത്തിൽ എന്തെങ്കിലും നഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നാത്തൊരു വ്യക്തി ഇത്രയും ഫാസ്റ്റ് ആയിട്ട് വണ്ടി ഓടിച്ച് ഒരു വീട്ടിലേക്ക് പോവാണ്. അതൊരു പോക്കറ്റ് റോഡില് 200 മീറ്ററും കൂടി കഴിഞ്ഞ പുള്ളിക്ക് വീടെത്തി. എന്തിനാണ് ഇത്രയും റഷ്? എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ മഴയിൽ വേറെ കുറെ ആൾക്കാർ അവരുടെ സൗകര്യത്തിന് റോഡിന്റെ നടുക്കൂടെ വണ്ടി ഓടിക്കുള്ളൂ. സൈഡില് എന്താ പറയാ, സ്പേസ് ഉണ്ട്, പക്ഷെ അവിടെ വെള്ളം ഉള്ളതുകൊണ്ട് നടുക്കൂടെ തന്നെ വണ്ടി ഓടിക്കും. എന്നിട്ട് ഒരു പുള്ളിക്കാരി, സ്വിഗ്ഗി ഓടുന്ന ഒരു പുള്ളിക്കാരി, കാണുമ്പോൾ ഒരു 10-35 വയസ്സൊക്കെ തോന്നുന്നുണ്ട്. പുള്ളിക്കാരത്തി വെയിലൊക്കെ കൊണ്ട് വളരെ കൈയൊക്കെ കാണുമ്പോൾ ചുളുങ്ങി അങ്ങനെ ഇരിക്കുന്ന ഒരു പുള്ളിക്കാരി ഒരു ഓവർടേക്ക് ചെയ്യാൻ നോക്കുന്നു, ചെയ്യാൻ പറ്റുന്നില്ല. ഇവര് സ്പേസ് കൊടുക്കാത്തതുകൊണ്ട് എന്തെങ്കിലും ഒരു വിധത്തിൽ ഒന്ന് കയറാൻ തുടങ്ങുമ്പോഴത്തേക്ക് അടുത്തുനിന്ന് വണ്ടി വരും. അങ്ങനെ കുറച്ച് ദൂരം പോയി കഴിഞ്ഞ് ഒരു സ്ഥലത്തെത്തിയപ്പോ ബ്ലോക്കായി. അന്നേരപ്പോ ഇവര് എന്തോ നിങ്ങൾക്ക് എന്താ വഴി തന്നൂടെ എന്തോ പറഞ്ഞു കഴിഞ്ഞപ്പോ ആ പുള്ളിക്കാരി വണ്ടിയിൽ ഒരു പുള്ളിക്കാരി ഇരിപ്പുണ്ട്. ആ പുള്ളിക്കാരി നല്ല ലോങ് നെയിൽസ് ഒക്കെ ആയിട്ട്, നല്ല റെഡ് കളർ നെയിൽ പോളിഷ് ഒക്കെ ഇട്ട്, ഒരു 8-10 പവന്റെ ഒരു മാലയൊക്കെ ഇട്ട്, കമ്മലും അതുപോലെ വലിയൊരു പതക്കം പോലത്തെ കമ്മലൊക്കെ ഇട്ട്, വലിയ പൊട്ടും കണ്ണൊക്കെ നീട്ടി വലിച്ചെഴുതി നീളത്തി മുടിയൊക്കെ ആയിട്ട് ഒരു പുള്ളിക്കാരി ചോദിക്കാണ്, എന്തിനാ എത്ര സ്പീഡിൽ പോകുന്നത്? പയ്യെ പോയിക്കൂടെ? സ്വിഗ്ഗി ഓടുന്ന ആളോടെ, അത് ഈ 8-9 മണി സമയത്ത് സ്വിഗ്ഗി ഓടുന്ന ഒരു പുള്ളിക്കാരത്തി, ആ പ്രായത്തിലുള്ള ഒരു പുള്ളിക്കാരി സ്വിഗ്ഗി ഓടുമ്പോൾ എന്തിനാ എത്ര വേഗത്തിൽ പോകുന്നതെന്ന് എനിക്കറിയാൻ വേണ്ടി ചോദിക്കുക. കോമൺ സെൻസ് എന്ന് പറയുന്ന സാധനമില്ലേ? ആ പ്രായത്തിലൊരു പുള്ളിക്കാരി ആ സമയത്ത് സ്വിഗ്ഗി ഓടാൻ പോകുന്നുണ്ടെങ്കിൽ അവർക്ക് എന്തൊക്കെ അത്യാവശ്യങ്ങൾ ഉണ്ടായിരിക്കും? കംഫോർട്ട് സോണുകള് നമുക്കുണ്ടാകുന്നു എന്നുള്ളത് കൊണ്ട് മറ്റുള്ളവരുടെ സങ്കടങ്ങൾ കാണാൻ പറ്റാത്തത്ര, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകളെ തിരിച്ചറിയാൻ കഴിയാത്തത്ര കോമൺ സെൻസ് ഇല്ലാതായി പോയെന്ന് പറയുന്നത്, തിങ്ക് അബൌട്ട് യുവർ സെൽഫ്. നിങ്ങൾ വഴിയിലൂടെ പോകുമ്പോൾ പല വിഷമങ്ങളുള്ള ആളുകളുണ്ടാവും. ഇപ്പൊ ബൈക്ക് ഓടിച്ചു പോകുന്ന വേറെ മിനിമം ബൈക്ക് ഓടിച്ചു പോകുന്ന ആളുകളും കാർ ഓടിച്ചു, ഇത്രയും മഴയത്ത് ബൈക്ക് ഓടിച്ചു പോകുന്ന ആളുകള് ഒന്ന് ഓവർടേക്ക് ചെയ്ത് കയറി പോയാൽ നിങ്ങൾക്ക് എന്താ സംഭവിക്കുക? അയാൾക്ക് നനഞ്ഞു കുളിച്ച് വീട്ടിലേക്ക് എത്താൻ എത്ര ദൂരം പോകേണ്ടതുണ്ടായിരിക്കും? നിങ്ങൾ കംഫർട്ടബിൾ ആയിട്ട് വണ്ടിക്കകത്ത്, കാറിനകത്ത് ഗ്ലാസും കയറ്റിയിട്ടാണ് പോകുന്നത്. ഈ വഴിയിലൂടെ നടന്നു പോകുന്ന ആൾക്കാർ, നിങ്ങൾ ഹൈവേയിലൂടെ സ്പീഡിലൂടെ ഓടിക്കുന്നു, ശരി,
ഈ പോക്കറ്റ് റോഡിലേക്ക് വരുമ്പോൾ ഇത്രയും വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങളിലൂടെ നിങ്ങൾ വണ്ടി ഓടിക്കുമ്പോൾ ഈ രാത്രി ഈ സമയത്ത് നടന്നു പോകുന്ന ആളുകൾ എന്തൊക്കെ അത്യാവശ്യങ്ങൾ ആയിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത്, എന്തെല്ലാം കാര്യങ്ങളായിരിക്കും അവർക്ക് സഹിക്കാനുണ്ടാവുക. നിങ്ങൾക്ക് ചിലപ്പോൾ വീട്ടിൽ വാഷിംഗ് മെഷീനും ഫാനിന്റെ ചുവട്ടിലിട്ടോ ഡ്രസ്സ് ഉണക്കാനും ഒക്കെ പറ്റുമായിരിക്കും. ഇനി എന്താ പറയാ, 200-300 സ്ക്വയർ ഫീറ്റ് വീടുകളിൽ താമസിക്കുന്ന ആളുകൾക്ക് വീട്ടിൽ പോയി ഇവരെവിടെ തുണി വിരിച്ചിടുന്ന, എങ്ങനെയാണ് ഇവര് നല്ല വസ്ത്രങ്ങൾ ഇട്ടുകൊണ്ട് നടക്കുന്നുണ്ടാവുക? ഉണങ്ങാത്ത ശരിക്കും നന്നായി ഉണങ്ങാത്ത ഡ്രസ്സ് വീണ്ടും ഇട്ടിട്ടായിരിക്കും അവർ ജീവിക്കുന്നുണ്ടാവുക. നല്ലൊരു ബാത്റൂം പോലും ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല. ഇപ്പൊ നമ്മൾ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ 1000 കാര്യങ്ങളുണ്ടാവും. പക്ഷെ നമ്മളെക്കാൾ അത്യാവശ്യമുള്ള ആളുകൾ ഉണ്ടാകും എന്ന് ചിന്തിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്, അത്രയും ഇഗ്നറന്റ് ആവുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾക്ക് അത്യാവശ്യം ഉണ്ടായിരിക്കും, ഒരു വീട്ടിൽ 10 മിനിറ്റ് നേരത്തെ ചെന്ന് കുളിച്ച് വേഗം കിടന്ന് ഉറങ്ങാൻ പറ്റിയാൽ കൊള്ളാം എന്ന് വിചാരിച്ചായിരിക്കും നിങ്ങൾ പോകുന്നത്. പക്ഷെ എന്ന് കരുതി റോട്ടിൽ അതിനേക്കാൾ ദാരിദ്ര്യത്തിലും കഷ്ടതയിലും ജീവിക്കുന്ന ആൾക്കാരെ കാണാതായി പോകുന്നത്. അയാൾ എന്നും വരുന്ന വഴിയായിരിക്കില്ല. 200 മീറ്ററിൽ വീടുള്ള ആളാണെങ്കിൽ എന്നും വരുന്ന വഴിയായിരിക്കും. എന്നും വരുന്ന വഴിയിൽ എന്നും ഈ സ്ത്രീ അയാൾ കണ്ടിട്ടുണ്ടാവും. നടന്നു വരുമ്പോൾ ഒന്ന് സ്ലോ ഡൗൺ ചെയ്യാൻ ഒക്കെ തോന്നിയില്ലല്ലോ. നമ്മൾ സ്വന്തമായ ഒരു വണ്ടിയിൽ കയറി യാത്ര ചെയ്യുന്ന പോലെയല്ല ബസ്സിൽ കയറി മഴക്കാലത്ത് ആളുകൾ യാത്ര ചെയ്യുന്നു. നനഞ്ഞ കുടയും അടുത്ത് നിൽക്കുന്ന ആൾക്കാരുടെ സ്മെല്ലും അവരുടെ അസുഖങ്ങളും എന്തെല്ലാം സാഹചര്യങ്ങളുണ്ടാവും. കമ്പാഷൻ എന്ന് പറയുന്നത് ഒരു വലിയ അനുഗ്രഹമാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഒരാൾക്ക് സഹതപിക്കാൻ ഒരു മനസ്സുണ്ടാവണമെങ്കിൽ അയാൾക്ക് അത്രയധികം വിവേകം ഉണ്ടായിരിക്കണം എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്.